എല്ലാവരെയും നോക്കിയും കർത്താവ് പുഞ്ചിരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ when Moses was born, God just looked at him and he was happy because he was an anointed child and God wanted to do something with this Moses. ഈ മോശയോട് ചേർന്ന് അല്ലെങ്കിൽ മോശയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതാണ് ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. ദിവ്യ സൗന്ദര്യം. ഇനി എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർക്കൊരു ദിവ്യ സൗന്ദര്യമുണ്ട്. പക്ഷേ ദൈവത്താൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ മോശ എന്ത് ചെയ്തിരുന്നു? ആത്മാവിനാൽ ജനനത്തിങ്കലേ അവൻ വേർതിരിക്കപ്പെട്ടിരുന്നു. അവന്റെ അമ്മയപ്പന്മാർക്ക് മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലായി. അമ്മയപ്പന്മാർ മനസ്സിലാക്കി, ദിസ് ചൈൽഡ് ഇസ് നോട്ട് എ നോർമൽ ചൈൽഡ്. ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞ് അല്ല. അമ്മയപ്പനും മനസ്സിലാക്കി. നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യമാണ്. മറ്റെല്ലാ സൗന്ദര്യം നമ്മൾ കാണും. നമ്മൾ പറയും, അയ്യോ അവൻ എന്തോ ഒരു ബുദ്ധിയാവും, അയ്യോ എന്നാണ് അവൻ പറഞ്ഞ വർത്തമാനമൊക്കെ കേൾക്കണം, വലിയൊരു വർത്തമാനം പറയുന്ന പോലെ അവൻ ഈ 3 വയസ്സുള്ളപ്പം പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വി ഡു നോട്ട് സീ ദി ഡിവൈൻ ബ്യൂട്ടി ഇൻ അവർ ചൈൽഡ്. ആൻഡ് അത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ എങ്ങനെയാണ് നമ്മളെ പിള്ളേരെ വളർത്തുന്നത്? അവരുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം വളർത്തിക്കൊണ്ടല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്താണ്? ദ ബ്യൂട്ടി ഓഫ് ദ ഫേസ് ഓഫ് ദ ചൈൽഡ് ഓർ അവരുടെ ഇന്റലക്ട്. ഇതൊക്കെയല്ല നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എത്ര മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യ സൗന്ദര്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നു? ഐ ഡോണ്ട് സീ പീപ്പിൾ ആർ വെരി മച്ച് കൺസേൺ അബൌട്ട് ദാറ്റ്. എന്നാൽ മോശയുടെ അമ്മയപ്പന്മാർ പറഞ്ഞു, എന്താണ്? ഹി ഈസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് ആൻഡ് ദിസ് ബ്യൂട്ടി ഈസ് നോട്ട് ഹ്യൂമൻ ബ്യൂട്ടി. അത് അങ്ങ് തൊക്ക് പ്രകാശിക്കുന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. God has a plan for my child. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞിൻ്റെ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ അതിൻ്റെ ബുദ്ധി കണ്ടുപിടിക്കുന്നതല്ല. അവൻ്റെ അമ്മയപ്പന്മാർ കാര്യം മനസ്സിലാക്കി, മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലാക്കി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവർ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ ഒളിപ്പിച്ചു വെച്ചു. ഭയപ്പെടാതെ അവർ പറയുന്നത്, രാജാവ് വന്ന് ഞങ്ങളെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, ഞങ്ങളുടെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ, പക്ഷെ ഞങ്ങൾ ഈ കുഞ്ഞിനെ പ്രിസർവ് ചെയ്യും. എന്തിനു വേണ്ടി? കാരണം ദൈവത്തിന് ഈ കുഞ്ഞിനെ കൊണ്ട് ചില കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, സ്വന്തം ജീവനെ റിസ്ക് ചെയ്താണ് മോശയുടെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി അവനെ വളർത്തിയെടുത്തത്. 3 മാസമേ അവർക്ക് വളർത്താൻ പറ്റുള്ളൂ. പക്ഷേ സ്വന്തം ജീവനെ റിസ്ക് ചെയ്ത് അവരെന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ടത് അതിനു വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടി. പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ സാധാരണ ക്ലാസ്സെടുക്കും മോസസിന്റെ ഈ കാര്യം പറയാറുണ്ട്. അവർ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ കുഞ്ഞിലെ ദൈവോദ്ദേശം നിർവഹിക്കപ്പെടണം എന്ന തിരിച്ചറിവിൽ അവർ തങ്ങളുടെ ജീവനെ റിസ്ക് ചെയ്ത് അവനെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ലക്ഷ്യമെന്ന്. ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുമെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, 112 കൂട്ടം കാര്യങ്ങൾ പഠിക്കാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഷുഡ് സ്പീക്ക് ടു യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്, ആൻഡ് ദെൻ certainly you should decide what God, or you should ask God what your will in my life and in the life of my child. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കൂടെ ഇടയ്ക്ക് ആലോചിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവിടെ ഈ കുഞ്ഞ് വളർന്നു വരികയാണ്. ആ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊന്നും അല്ല നമ്മളതിന്റെ കോർ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കരുത് 80-ാമത്തെ വയസ്സിൽ ദൈവം അവനോട് സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് അവൻ ആദ്യമായിട്ട് ഇടപെടുന്നത്. നോ, ഈവൻ when he was in the palace of the Egyptian Pharaoh, the spirit of the Lord was speaking to him, and the spirit of the Lord was arguing with him, and the spirit of the Lord was a reality to him. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? 80-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തിന് തന്നെ സമർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവനുമായിട്ട് ഇടപെടുന്നത്. അങ്ങനല്ല. അവന്റെ ജനനം മുതൽ ഒരിക്കലും ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുപിരിയാതെ അവനോട് വാദിച്ചുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തില് സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ അവൻ പറയുന്നത് അറിയാമോ? അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി. അവന് 40 വയസ്സ് തികയാറായപ്പോൾ എന്താണ്? ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് മനസ്സിൽ തോന്നി. ആരാ തോന്നിച്ചത്? ആരാ പറഞ്ഞത്? ആരാ ഇവന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊടുത്തത്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ്, അവനെ ദിവ്യ സൗന്ദര്യമുള്ളവനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ അവന്റെ സഹോദരന്മാർ ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് അവനെ നയിച്ചത്. ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച് വളർന്ന മോശയെ സംബന്ധിച്ചിടത്തോളം നോർമലി അവന് ചിന്തിക്കാൻ പറ്റത്തില്ല അവനൊരു ഹീബ്രുവാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവനോട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, മോസസ് നീ എന്താ ചെയ്യുന്നേ? ഇതൊന്നും അല്ല നിന്റെ ലോകം. ദൈവത്തിന്റെ ആത്മാവ് അവനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നു. അവനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ സ്റ്റേജ് അനുസരിച്ചാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബിക്കം ദ സെക്കൻഡ് ദി അതർ ഫാറോ, അല്ലേ? അടുത്ത ഫറവോനായിട്ട് നിന്നെ ആക്കും. അതും വെച്ചോണ്ടിരിക്കുകയാണോ നീ? എന്നാൽ മിസ്രയീം ഭരിക്കുക എന്നുള്ളതല്ല ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നിന്റെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി.
ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിനു വേണ്ടി. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-25 വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എന്ന് വെച്ചാൽ എന്താ? അവൻ അറിയാമായിരുന്നു അതിന്റെ അർത്ഥം, ഇല്ലേ? അവൻ അറിയാമായിരുന്നു. ഈ അണ്ടർസ്റ്റാൻഡ്? അവൻ അറിയാമായിരുന്നു എന്താണ്? ഞാൻ മുഖാന്തരമാണ് ദൈവം ഇസ്രായേലിന് രക്ഷ വരുത്തുന്നത്. എപ്പോഴ്? 40 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ അവൻ അറിയാമായിരുന്നു. 40 വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ മോശയ്ക്ക് അറിയാമായിരുന്നു താൻ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം രക്ഷ വരുത്താൻ പോകുന്നത് എന്ന് അവൻ അറിയാമായിരുന്നു. അതിനവൻ ഉപയോഗിച്ച മാർഗം, അല്ലെങ്കിൽ അവന് ആ ആഗ്രഹത്തിൽ, ആ തൃഷ്ണയിൽ അവൻ ചെയ്ത പ്രവൃത്തികൾ അത്ര ദൈവാത്മാവിന്റെ പൂർണ്ണ ബോധ്യത്തിനനുസരിച്ച് അല്ലായിരുന്നെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? യു ആർ ദ ചോസൻ വൺ, നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? അവന്റെ ലൈഫിനെ അവൻ മാറ്റാൻ തുടങ്ങി. അവൻ ആത്മാവും, അല്ലെങ്കിൽ ആത്മാവ് എന്താണ്? കഷ്ടം തിരഞ്ഞെടുക്കാൻ. അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എബ്രായ ലേഖനത്തിൽ അതിന്റെ 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോശയുടെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനകാരൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ബോധപൂർവമായിട്ട് അതിന്റെ ഡിഫറൻസ് കാണത്തക്ക നിലയിൽ തന്നെ നമ്മളവിടെ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അവൻ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അവൻ അഭ്യസിച്ചെങ്കിലും അവൻ എന്ത് ചെയ്തു? അവൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണ്? കഷ്ടതയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ കഷ്ടത തെരഞ്ഞെടുക്കാൻ അവനെ പഠിപ്പിച്ചത് ആരാ? ആത്മാവാ, ജ്ഞാനമല്ല. മിസ്രയീമിലെ ജ്ഞാനമായിരുന്നു അവൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവൻ ഒരിക്കലും കഷ്ടം തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു, ഇല്ലേ? മിസ്രയീമിന്റെ ബുദ്ധി എന്താണെന്നറിയാമോ? മിസ്രയീമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തുക എന്നുള്ളത്, അല്ലാതെ കഷ്ടം തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളില് ഫറവോൻ പറയുകയാണ്, എന്താ ഈ ജനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളതല്ല, അവരൊത്തിരി ശക്തരായിട്ട് വരുന്നുണ്ട്. ഒന്ന് വായിക്കാം, 1-10-11 നോക്കുക. മിസ്രയീമിന്റെ ബുദ്ധി എന്താണ്? കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. മിസ്രയീമിന്റെ ബുദ്ധി കഷ്ടപ്പെടുത്തി അവരെ ഊഴിയ വേല ചെയ്യിക്കുക എന്നുള്ളതാണ്. മോശയുടെ ബുദ്ധി എന്തുവാണ്? കഷ്ടം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അത് അവൻ മിസ്രയീമിൽ നിന്ന് പഠിച്ചതല്ല, ആത്മാവ് അവനെ പഠിപ്പിച്ച കാര്യമാണ്. മിസ്രയീമിന്റെ സകല ജ്ഞാനവും പഠിച്ച മോശ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ ചൂസ് ചെയ്തത് എന്താണ്? കഷ്ടതയാണ് ചൂസ് ചെയ്തത്. കഷ്ടത അവൻ ചൂസ് ചെയ്യുക, ഇല്ലേ? കഷ്ടത തിരഞ്ഞെടുത്തുന്ന ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള ആ വലിയ കോൺട്രാസ്റ്റ് ഇവിടെ, ആ ഡിഫറൻസ് ഇവിടെ ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. ഈ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ഒന്നാമത് അതിന്റെ 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭാവത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും. നോക്കുക, ഇവിടെ ബുദ്ധി പറഞ്ഞതെന്നറിയാമോ? കോൾഡ് ആസ് എ സൺ ഓഫ് ദ ഫാറോസ് ഡോട്ടർ. ബുദ്ധി പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണ്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതാണ്. അതാണ് ഏറ്റവും നല്ല കാര്യം, ഇല്ലേ? സർട്ടൻലി. കാരണം അവന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അത് അവൻ നിരസിച്ചെന്ന. അതിന്റെ അർത്ഥം ഇവൻ ആവശ്യപ്പെടുകയല്ല, എല്ലാവരും അവനെ കാണുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നതെന്നറിയാമോ? ഹി വാസ് ദ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ ആൻഡ് ഹി വാസ് ദി പ്രപ്പോസ്ഡ് ഫാറോ ഓഫ് ഈജിപ്റ്റ്. അപ്പൊ ആളുകളെല്ലാം കാണുമ്പോഴത്തേക്ക് എന്താണ്? തൊഴുത് പറയാണ്, ഓ സൺ ഓഫ് ഫാറോസ് ഡോട്ടർ, വി വർഷിപ്പ് യു. അവരൊന്ന് വർഷിപ്പ് ചെയ്യുക, ഇല്ലേ? എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു, യു ആർ ദ നെക്സ്റ്റ് ഫാറോ. എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ വിളിക്കുന്നില്ലയോ, നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നുള്ളതല്ല. ഈ റിഫ്യൂസ്, അവനത് നിരസിച്ചു. എന്തുകൊണ്ട് നിരസിച്ചു? ഈ സെഡ് നോ, ഐ എം നോട്ട് ഫാറോസ് ഡോട്ടർ, ഐ എം എ ഹീ. നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വ്യാപ്തി. അവൻ പറഞ്ഞു, അല്ല, ഞാൻ ഫറവോന്റെ പുത്രിയുടെ മകനല്ല, ഞാൻ ആരാണ്? ഐ എം എ ഹീബ്രു. He called himself a Hebrew, and in those days Hebrews were slaves, and he called himself a slave. അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുക മാത്രമല്ല, അവൻ പറഞ്ഞു ഐ എം എ സ്ലേവ്. തലയൊക്കെ എടുത്തു പിടിച്ചാണ് പറയുന്നത്, കൈയൊക്കെ കെട്ടിയെന്നാണ് പറയുന്നത്. അടിമയായിട്ടൊന്നുമല്ല, ഐ എം എ സ്ലേവ്, കോൾ മീ എ സ്ലേവ്. ഇതായതാ ബുദ്ധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിന്ന് ഒരിക്കൽ, ഇന്നത്തെ ഞാൻ പറയട്ടെ, ഇന്ന് ബന്ധുക്കോസുകാർ ഉൾപ്പെടെയുള്ള സകല ആത്മാവിന്റെ ആളുകളും ബുദ്ധി തിരക്കി പോകുന്നവരാണ്. അവരാരും, ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി കോൾഡ് ആസ് എ സ്ലേവ് സംബഡി? ദൈവദാസൻ എന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും. മനുഷ്യന്റെ ദാസൻ എന്ന് വിളിക്കാൻ ഇഷ്ടമാണ് അല്ല. നോബഡി. പൗലോസ് പറയുന്നത് അറിയാം. പൗലോസ് പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവ് എന്നും ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ഞാനൊരു പാസ്റ്റേഴ്സിനെ ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഇത് പറഞ്ഞിട്ട് പാസ്റ്റർമാരെല്ലാം കൊണ്ട് എൻ്റെ തലേ കയറാൻ വന്നു. ബ്രദറെ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ ദൈവദാസൻ പറയില്ലയോ? നമ്മൾ മനുഷ്യദാസനാണോ? ബ്രദർ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ. പൗലോസ് പറഞ്ഞ എന്തുവാ? ഞങ്ങൾ അവൻ നിമിത്തം നിങ്ങളുടെ, ആരുടെ? കർത്താവിൻ്റെ അല്ല, നിങ്ങളുടെ
ദാസന്മാരും അത്രേ. Nobody want to be called as a slave. But Moses said, I am not Pharaoh's son. I am not the next Pharaoh. I never want to do that. I never will become a Pharaoh. I am a slave. അവൻ എന്താണ്? പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. He said, no, I am not an Egyptian. I am a Hebrew. പ്രിയമുള്ളവരെ, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഏതാ തിരഞ്ഞെടുക്കുന്നത്? Many times in our normal life, നമ്മുടെയൊക്കെ നോർമൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ കൂട്ടുകാരോ മറ്റാരെങ്കിലും ചോദിച്ചു നോക്ക്, വാട്ട് ഈസ് യുവർ റിലിജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? If you ask me, I think, isn't it? You never want to tell your identity because you think that is something to be ashamed of, right? അല്ലേ? ലജ്ജിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും അതിനെ കാണുന്നത്. How many of you are proud of saying that I am a child of God, I belong to my Lord Jesus എന്ന് പറയാനുള്ള ആ പ്രൈഡ് എത്ര പേര് കാണിക്കുന്നുണ്ട്? How many of you refuse to be called as somebody else? നമ്മൾ പറയുന്നത് എന്താ അറിയാമോ? അവരും പറയും നമുക്കൊന്നും പറയാൻ പറ്റുമോ? Let them say. No, നമ്മൾ അതിനെക്കുറിച്ച് പ്രൗഡ് അല്ലാത്തത് കൊണ്ടാണ്. പ്രൗഡ് അല്ലാത്തത് എന്താണെന്നറിയാമോ? We are not controlled by the Holy Spirit. If you are controlled by the Holy Spirit, if you are led by the Holy Spirit, then certainly all your heart will be to say that you are a child of God and you will proclaim it with all your heart, everywhere, anywhere. എന്തുകൊണ്ട് പറ്റുന്നില്ല? മറ്റൊന്നുമല്ല. We are not controlled by the Holy Spirit. We are not led by the Holy Spirit. Moses said, no, I am not the son of the Pharaoh's daughter. I am a Hebrew. I am a slave. അവൻ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ അത് പ്രതിഫലം നോക്കിയത് കൊണ്ട് അല്ലേ? പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഇത് ഇംഗ്ലീഷിൽ വാസ്തവത്തിൽ ഈ വാക്യം മുകളിലും താഴെയുമായിട്ട് കിടക്കുന്നു. Verse 24 says about Pharaoh's daughter's son, and verse 25 pleasures of sin. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും. See, he is coming from a royal, he is a royal youth. In fact, he lives in the palace. അവൻ കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. Naturally, a royal youth who is the pet of the royal palace could do all kind of sins. പാപം ചെയ്യണമെങ്കിലും കാശ് വേണമല്ലോ. ഇല്ല, പാപം ചെയ്യാൻ കാശില്ലാതെ പറ്റും. കള്ളു കുടിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന, ഞാൻ ഇന്ന് രാവിലെ ആ കാര്യത്തെക്കുറിച്ച് പറയായിരുന്നു. ഈ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം, അവർക്ക് പാപം ചെയ്യാൻ നേരത്തെയൊക്കെ പാപം കള്ളു കുടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കാശുണ്ടായിരുന്നു ഇല്ലല്ലോ. അല്ലെങ്കിൽ വേറൊരു ജീവിതം ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസ വേണ്ടായോ? പക്ഷെ ഇന്നതല്ല. എവരിബഡി ഈസ് ഹാവിങ് മണി. എല്ലാവരുടെയിലും കാശ്. പിള്ളേർ ജോലിക്ക് കയറുമ്പോൾ തന്നെ ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് മണി. ഈവൻ ഇൻ ഇന്ത്യ, കേരള, 20,000, 18,000, 20,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ്. അല്ലെങ്കിൽ 25,000, 25,000 ഒരു, അല്ലെങ്കിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ അവന് ഏതെങ്കിലും നല്ല കമ്പനി ജോലി കിട്ടി കയറുമ്പോഴത്തേക്ക് 18,000 രൂപ, 20,000 രൂപ.